ഫ്രണ്ട്സ്, നമ്മൾ കറിവേപ്പില വർഷങ്ങളോളം കേടാവാതെ 2 രീതിയിൽ സൂക്ഷിക്കുന്ന ടിപ്പാണ് നമ്മൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ കറിവേപ്പില മരത്തിൽ വന്ന് പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ബക്കറ്റ് വെള്ളത്തിൽ കഴുകിയിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് ആദ്യം നമ്മൾ പൊട്ടിച്ചതിന് ശേഷം നമ്മളൊന്ന് പൊടിയൊക്കെ തട്ടി അതിനകത്ത് പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ തട്ടിക്കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ബക്കറ്റിൽ നല്ലോണം വെള്ളം എടുത്തിട്ട് ഒരു 3-4 പ്രാവശ്യം കുലുക്കിയിട്ട് കഴുകി കളയുക. നല്ല വൃത്തിക്ക് കഴുകിയെടുക്കാം. എന്ന ശേഷം 3-4 പ്രാവശ്യം തട്ടിക്കുടഞ്ഞ ശേഷമാണ് നമ്മൾ ഇതുപോലെ മുറത്തിൽ ഒരു പേപ്പർ ഇട്ടിട്ട് ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് നമുക്ക് ചെറുതായിട്ട് ആ വെള്ളം വലിയാനായിട്ട് എടുത്ത് വെക്കണത്. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കടഭാഗത്ത് നിങ്ങളൊരു കെട്ടിയിട്ട് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് ഞാത്തിയിട്ടാലും മതി. അങ്ങനെ വെള്ളം വലിയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റാവുന്നതാണ്. നമ്മൾ വെറുതെ ചെറിയൊരു വെയിലത്ത് കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇതിട്ട് വെള്ളം വലിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുൾ ടൈം വെയിലത്ത് തന്നെ വെക്കണമെന്നില്ല. കുറച്ച് നേരം വെയിലത്ത് വെച്ചതിന് ശേഷം പിന്നെ തണലത്ത് ഇരുന്നോട്ടെ. അപ്പോൾ ഒരു ദിവസം തണലത്ത് ഇരിക്കുമ്പോൾ വെയിലത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പച്ചപ്പ് പോവാൻ പാടില്ല, ഇല കരിയാൻ പാടില്ല, കറുത്ത കളറാവാൻ പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെയിലത്തിട്ടിട്ട് ഉണക്കാനായിട്ട്. നമ്മൾ കുറച്ച് നേരം ആ വെള്ളം വലിയാൻ വേണ്ടി മാത്രം വെയിലത്ത് വെച്ചു. പിന്നെ നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് വെറുതെ ഓപ്പൺ പ്ലേസിൽ നമ്മൾ കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ വെക്കുക ചെയ്യുന്നുള്ളൂ കേട്ടോ. മുറ്റത്താണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം വെയിലത്ത് വെച്ച് പിന്നെ നമ്മൾ ചെറുതായിട്ട് വെയിലില്ലാത്ത സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. എന്നിട്ട് വെള്ളമൊക്കെ വലിഞ്ഞിട്ട് ചെറുതായിട്ട് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വെറുതെ അകത്ത് തന്നെ നമ്മളിങ്ങനെ തുറന്ന് വെക്കുകയും ചെയ്യുക ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു ശബ്ദം വരും. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പാകത്തിലാണ് നമ്മൾ ഇത് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് 2 രീതിയിൽ പാത്രത്തിലാക്കി വെച്ചും പുറത്ത് വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക്